അങ്ങനെ ഇതാ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇടവേള അല്ല, ദിവസങ്ങൾക്കൊക്കെ ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഇരിക്കും കേട്ടോ, ഉറപ്പില്ല. അങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യും, ഞാനും നോക്കി നോക്കട്ടെ ആരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നെന്ന്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്തപ്പോൾ കാരണം ചോദിച്ചാൽ വേറൊന്നുമല്ല, മടി. വീഡിയോ എടുക്കാനും മടിയാണ്, വോയിസ് ഓവർ കൊടുക്കാനും മടിയാണ്. അങ്ങനെ മടി പിടിച്ചിരിക്കാനും പറ്റൂല. പിന്നെ രണ്ടും കൽപ്പിച്ചാണ്ട് വീഡിയോ എടുത്തിടുകയാണ്. അപ്പോൾ ഇന്നല്ല, അങ്ങനെ 2026 ആയില്ലേ, നമുക്കും ജേണലൊക്കെ ചെയ്യണ്ടേ. 2026 ആയില്ലേ ചോദിച്ചപ്പോൾ ജനുവരി കഴിയാനായി, എന്നിട്ടാണ് നമ്മളിപ്പോൾ ജേണലിങ് ചെയ്യണത്. സാരമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ജേണലിങ്ങിനെ പറ്റിയിട്ട് ഇപ്പം എന്താ പറയുക, അതിനെ പറ്റിയിട്ട് ഇപ്പം എന്താ പറയുക, ജേണലിങ് ചെയ്യുന്ന ഇങ്ങനെ ഓരോ മാസത്തിൻ്റെ ടീമായിട്ട് നമ്മളിനി ഓരോ മാസം ഓരോ ജേണലിങ് ഉണ്ടാവും. അതിലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. ശരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യം പറയാനും കൂടിയിട്ടാണ്. ഞാൻ ഈ 2 ദിവസം മുന്നേ, 2 ദിവസമല്ല, ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വന്നായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് സഡൊക്കെയായിരുന്നു. അതൊക്കെ ആ വഴിക്കാനും പോയി. എന്നാലും ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. 10 വയസ്സെന്നോ 10ാം ക്ലാസ്സിന്നോ അങ്ങനെ എന്തോ പറഞ്ഞു, അതൊക്കെ ഓർമ്മയില്ല. പക്ഷെ ആ കുട്ടി പറഞ്ഞ ഓരോ വാക്കും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത്രയും സപ്പോർട്ടായിട്ടാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഈ ചാനലിനും എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ ഇനി ഈ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം തുടങ്ങിയാൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. കൂടുതലും നെഗറ്റീവ് വരും എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ വന്ന ഒരു നെഗറ്റീവാണ്. പക്ഷെ അത് തന്നെ എനിക്ക് നല്ല സങ്കടമായിരുന്നു. പക്ഷെ അതിനിങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നു ഒന്നും ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ കമൻറ്റ് കണ്ടപ്പോൾ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വേറൊരു തമാശയും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ 45 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ, അതല്ലേ ഉള്ളൂ. അപ്പത്തിനും കുറേ പേര് ഇങ്ങനെ ഗീവ് അവേ ഒക്കെ ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഗീവ് അവേ തരാണ്ടിരിക്കുമോ? തരും, ഒരു 1K ഒക്കെ ആവട്ടെ, നിങ്ങൾ സപ്പോർട്ടാക്കിയും. അപ്പോൾ 1K ഒക്കെ ആയാലും നിങ്ങൾക്ക് ഗീവ് അവേ തരാം. എന്തായാലും 2 പേർക്കോ 3 പേർക്കോ ആയിട്ട് തരുമല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളും, സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഗീവ് അവേ കിട്ടും. അപ്പോൾ ഈ 2 കാര്യം ശരിക്കും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ജേണലിങ്ങില്ലേ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, വെറും കഥ കേട്ടിട്ടിരിക്കുമായിരുന്നോ? അപ്പോൾ നമ്മുടെ ജേണലിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എപ്പോഴും സപ്പോർട്ടായിട്ട് ഒപ്പം ഉണ്ടാവാനൊന്നും മറക്കല്ലേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.